എപ്പോൾ അവക്കാഡോ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നാലും ഒന്നെങ്കിൽ അതിൻ്റെ പഴുപ്പ് കൂടിപ്പോവും അല്ലെങ്കിൽ അതിൻ്റെ പഴുപ്പ് കുറഞ്ഞു പോവും. എന്നാലും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് അവക്കാഡോ വാങ്ങാതിരിക്കാനായിട്ട് തോന്നില്ലല്ലോ. അങ്ങനെ ഒരുപാട് ട്രയൽ ആൻഡ് എററൊക്കെ ചെയ്തിട്ട് അവസാനം ഞാൻ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു കേട്ടോ. നിങ്ങളിൽ ഒരു 95% പേർക്കും അറിയുന്നുണ്ടാവും. എനിക്കതൊരു പുതിയ അറിവായിരുന്നു. അതുകൊണ്ട് എന്നെപ്പോലെ ഈ ടിപ്പ് അറിയാത്ത ബാക്കി ഒരു 5% പേരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അതിലാദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഒത്തിരി ഹാർഡായിട്ടുള്ള അവക്കാഡോ നമ്മൾ ചൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പകരം കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള, കുറച്ച് സ്ക്യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള അവക്കാഡോ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എനിക്ക് അതിലും ഈസി ആയിട്ട് തോന്നിയത് രണ്ടാമത്തെ ടിപ്പാണ് കേട്ടോ. അവക്കാഡോയുടെ മുകളിലായിട്ട് ഇതുപോലൊരു പോർഷൻ ഉണ്ടാവില്ലേ, അതൊന്ന് പതുക്കെ അടർത്തി മാറ്റി നോക്കിയാൽ മതി. അതിൻ്റെ ഉള്ളിൽ നല്ല ഗ്രീൻ കളർ ആണെന്നുണ്ടെങ്കിൽ അത് നല്ല പഴുത്തിട്ടുള്ള അവക്കാഡോ ആവാനായിട്ടുള്ള ഒരു 99% ചാൻസ് ഉണ്ട് കേട്ടോ. അതിന് പകരം അതിൻ്റെ ഉള്ളിൽ ബ്രൗൺ ഡോട്ട്സോ ബ്രൗൺ കളറൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് റോട്ടൻ ആവാനും ചാൻസ് ഉണ്ട്. ഈ ടിപ്പ് ഫോളോ ചെയ്തതിന് ശേഷം എനിക്ക് അവക്കാഡോ നല്ലതായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. ഇതുപോലെ ഞാൻ അവക്കാഡോ വെച്ചിട്ട് സാൻഡ്വിച്ചാണ് കേട്ടോ കൂടുതലും ഉണ്ടാക്കാറുള്ളത്. ഞാൻ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് പുറത്തുള്ള വെതർ നിങ്ങളൊന്ന് നോക്കി നോക്കി. എന്തു പെട്ടെന്നാണ് അല്ലേ വെതർ ചേഞ്ച് ചെയ്തത്. എന്തായാലും നല്ല ചൂട് അവക്കാഡോ സാൻഡ്വിച്ചും നല്ല മഴയും അടിപൊളി കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, നമ്മുടെ അവക്കാഡോ ടിപ്പ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് എങ്ങനെയാണെന്നുള്ളത് എന്നോട് പറയണം.